ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി. 50 ബഡ്സ് സ്കൂളുകൾ മാതൃകാ സ്കൂളുകളാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബഡ്സ് സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം വേങ്ങരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ ബഡ്സ് സ്കൂളുകളാക്കി മാറ്റുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി പറഞ്ഞു. വേങ്ങര AR നഗർ ബ്ലിസ് ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബഡ്സ് സ്കൂളിലെ കുട്ടികളെ താമസിപ്പിക്കാനും പരിപാലിക്കാനുമുള്ള സർക്കാർ പദ്ധതികളും ആലോചനയിലാണ്. നിലവിലുള്ള ബഡ്സ് സ്കൂൾ സംവിധാനങ്ങളും പദ്ധതികളും എത്രമാത്രം കാര്യക്ഷമമാണ്, എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാം എന്നതിൽ ഓഡിറ്റ് നടത്തും, മന്ത്രി പറഞ്ഞു. ഒരുപാട് നിയമങ്ങളുണ്ട്, നയങ്ങളുണ്ട്, ഭിന്നശേഷിക്കാർക്കുള്ള അവകാശങ്ങളുണ്ട്, സർക്കാരിൻ്റെ ധനസഹായമുണ്ട്, വകുപ്പുകളുണ്ട്, പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്, സാമൂഹിക നീതി സംവിധാനം എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നിനി പുതിയതൊരു ഗവൺമെൻറ് വന്നിട്ട് പുതിയ കുറേ കാര്യം പ്രഖ്യാപിക്കുകയല്ല ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഞാൻ വിചാരിക്കുന്നു നിലവിലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്, എത്രത്തോളമാണ് ഈ കുഞ്ഞുങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നത്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത് എന്നതിൻ്റെ ഒരു ഓഡിറ്റിംഗ് ആണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കാൻ കഴിയുന്ന പുതിയ പ്രഖ്യാപനങ്ങളെക്കാൾ കൂടുതൽ ഇത് കൃത്യമായി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന വിഷയത്തിൽ ഞങ്ങളെല്ലാവരും ജാഗരൂകരായിരിക്കുമെന്ന് ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിൽ കുടുംബശ്രീയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ മന്ത്രി സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഓർമ്മിപ്പിച്ചു. ബഡ്സ് സ്കൂളിലെ കുരുന്നുകളുടെ അമ്മമാർ റിയൽ ഹീറോസ് ആണെന്നും അവരുടെ മാനസികാരോഗ്യത്തിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. 187 ബഡ്സ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 13,895 പരിശീലനാർത്ഥികളാണ് സംസ്ഥാനത്തെ ബഡ്സ് സ്ഥാപനങ്ങളിലുള്ളത്. ഇവയിലേക്കുള്ള സംസ്ഥാനതല പ്രവേശനോത്സവമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിനിരന്ന ഘോഷയാത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനായി കളിച്ച ഫാസിൽ ഉറുങ്ങാട്ടിരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് മന്ത്രി ഉപഹാരം നൽകി. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. സൽമാൻ കുറ്റിക്കോട് സെലിബ്രിറ്റി അതിഥിയായി പങ്കെടുത്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B. സുരേഷ് കുമാർ, വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ കോയ തങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല പുല്ലൂന്നി, വൈസ് പ്രസിഡന്റ് മുസ്തഫ പുള്ളിശ്ശേരി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ PK അസ്ലു തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.